നമസ്തേ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. അതായത് ഗോവ ഗവൺമെൻറ് അവിടുത്തെ ചീഫ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്ററും കൂടെ ഒരു സംയുക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും ചേർന്ന് അലോപ്പതി ആയുർവേദമായിട്ടുള്ള ഒരു സമഗ്ര ചികിത്സാ സമ്പ്രദായം പ്രത്യേകിച്ച് ക്യാൻസറിന് ചെയ്യാൻ വേണ്ടി. കാരണം കനാബിസിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള പിയർ സ്റ്റഡീസ് പുറത്തു വന്ന സ്ഥിതിക്ക് ക്യാൻസർ ക്യൂർ പോലുള്ള ഔഷധങ്ങൾ തീർച്ചയായും ഒരു നല്ല മുന്നേറ്റം ഉണ്ടാവുമെന്നുള്ള ഒരു ബോധം ഉണ്ടായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആനന്ദകാന്തം എന്ന ഈ മഹത് ഗ്രന്ഥം 12-ാം നൂറ്റാണ്ടിൽ AD 12-ാം നൂറ്റാണ്ടിൽ മന്ദാരഭൈരവൻ എന്ന ഋഷി അദ്ദേഹത്താൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ചില അപൂർവ ഫോമുലകൾ അർബുദത്തിന് വളരെയേറെ നല്ലതാണെന്ന് തെളിഞ്ഞു. ആയുഷിന് നമുക്കിപ്പം അത്യാവശ്യത്തിന് അപ്രൂവലും കിട്ടിയിട്ടുണ്ട് ക്യാൻസർ ക്യൂറിന്. പെയിൻ മാനേജ്മെൻറ്റാണ് മെയിനായിട്ട്. ക്യാൻസർ ക്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള അവയവങ്ങളിൽ വരുന്നതിന് പല പേരിലാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. ബ്രസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ ഉദരത്തിൽ വന്ന കോളൻ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, പൾമണറി ക്യാൻസർ, അങ്ങനെ ഓരോ സ്ഥലത്തിനനുസൃതമായിട്ട് പല പേരുകളിലാണ് ഇന്ന് ക്യാൻസർ അറിയപ്പെടുന്നത്. എന്തായാലും എക്കത്തിനും പൊതുവായ ഒരു പ്രശ്നം വേദന അധികരിച്ചിരിക്കും. അപ്പോൾ ഈ കനാബിസ് മെഡിസിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ അഥവാ കീമോയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം സപ്പോർട്ടീവ് മെഡിസിനായിട്ട്, അതായത് ഇപ്പം ഓപ്പിയോഡ് മെഡിസിനാണ് സാധാരണ കൊടുക്കുക. ഓപ്പിയോഡിൻ്റെ ഒരു കുഴപ്പം, മോർഫിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു 4-5 മണിക്കൂർ അനുഭൂതി കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസഹ്യമായ വേദന വീണ്ടും വരും. പക്ഷേ കനാബിസ് മെഡിസിൻ ആപ്ലിക്കേഷൻ കൊണ്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദന സംഹാരിയാണെന്ന് തന്നെ പറയാം. കാര്യം ആനന്ദമായിട്ട് ഉണരുകയും ഡോപ്പാമിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും, അപ്പോൾ വേദനയിൽ നിന്നുള്ള ഒരു മോചനം കൃത്യമായിട്ട് നമുക്ക് പ്രയോജിക്കാൻ പറ്റും. അത് തന്നെയാണ് അടുത്ത കാലത്ത് മെറ്റാസ് അനാലിസിസ് പിയർ സ്റ്റഡി കൂടെ ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ 10,000 പിയർ സ്റ്റഡീസൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ കേരള ഗവൺമെൻറ്റും മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് വഴി, പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്കൊരു പാലിറ്റീവ് കെയർ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല സംരംഭമാണ്. അത് നമ്മുടെ ഡോക്ടർ CP മാത്യു ഒക്കെ വർക്ക് ചെയ്യുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. തുടർന്നും ഇതൊക്കെ നമ്മുടെ ഈ പാലിറ്റീവ് കെയറിൻ്റെ ഇതിലേക്ക്, ഈ മെഡിസിൻ പെയിൻ മാനേജ്മെൻറ്റ് പാലിറ്റീവ് കെയറിലേക്ക് കനാബിസ് മെഡിസിനും കൂടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കേരള ആഡ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോവ വരെ എത്തിയ സ്ഥിതിക്ക് നമുക്കും ആയിക്കൂടെ ഈ മസിൽ പിടുത്തത്തിന് പകരം നല്ല കാര്യങ്ങൾ ചെയ്ത് രോഗികൾക്ക് ഐശ്വര്യം ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.